ഈ റമദാനിലെങ്കിലും നമുക്കൊന്ന് മാറണം. ആയസ്സിൽ ഒരുപാട് റമദാനുകൾ കഴിഞ്ഞുപോയി. എത്രയാണ് ഖത്തമുകൾ ഓരി തീർക്കാത്ത എത്ര റമദാൻ കഴിഞ്ഞുപോയി. നിസ്കാരം പോലും ഒഴിവായിപ്പോയി എത്ര റമദാൻ ഒഴിഞ്ഞുപോയി. എങ്ങനെയാണ് മനുഷ്യ ഇന്ന് വൈകുന്നേരമാകും എന്ന് നീ ചിന്തിക്കുന്നത്? അതുകൊണ്ട് തന്നെ അടുത്ത റമദാൻ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയും നമുക്കില്ല. ഈ മുന്നിൽ വരുന്ന റമദാൻ അതിനുപയോഗപ്പെടുത്തുക. ഈ റമദാൻ കൊണ്ടെങ്കിലും സ്വർഗത്തിലേക്ക് എത്തണം. പരമാവധി ഖുർആൻ ഓതി, സ്വതക്കകൾ ചെയ്ത്, തറാവീഹ് നിസ്കരിച്ച്, ഫർളായ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ളുഹാ നിസ്കാരങ്ങൾ, തഹജ്ജുദ് ഒഴിവാക്കൂല എന്ന് തീരുമാനിക്കുക. അത്താഴത്തിന് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് നേരത്തെ പള്ളിയിലേക്ക് വരിക. എന്നിട്ട് സുബഹി തൊട്ട് ളുഹാ നിസ്കാരം വരെ സമയത്തെ ഹയാത്താക്കുക. അങ്ങനെ ഹയാത്താക്കിയാൽ അയാൾക്ക് ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റമദാൻ നമുക്ക് മാറ്റത്തിനുള്ള റമദാനാകണം. പുതിയ പുതിയ ശീലങ്ങൾ കൊണ്ടുവരണം. റമദാനിൻ്റെ എല്ലാ രാത്രിയിലും കുളിക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. നോമ്പ് തുറന്നത് മുതൽ അത്താഴത്തിൻ്റെ മുന്നേ, അതായത് സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് കുളിക്കുക, അത് വലിയ സുന്നത്തായ ഒരു കാര്യമാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ കൊണ്ട് ശുഗലാവുക, ജോലിയാവുക. ആ സമയത്ത് മനസ്സുകൊണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങളെ കൊണ്ട് മാറി ഈ റമദാനിൽ നമുക്കൊരു മാറ്റം കിട്ടണം. ഈ റമദാനോടുകൂടെ എനിക്ക് സ്വർഗം കിട്ടണം. അടുത്ത റമദാൻ ഞാൻ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല റബ്ബേ. പക്ഷേ ഈ റമദാൻ 30 തീരുമ്പോഴേക്ക് ഞാൻ എഴുത്തുക്കുമ്മിനാർ, നരകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടണം, സ്വർഗത്തിൽ എൻ്റെ പേര് കിട്ടണം. അതിന് ഇത്ര ഖത്തമുകൾ ഞാൻ തീർക്കും, ഇത്ര തറാവീഹികൾ ഞാൻ നിർവഹിക്കും. എൻ്റെ ഒരു നോമ്പ് ഒഴിവാകൂല, ഒരു ഹറാമ് കാണൂല, ഒരു ഹറാമ് കേൾക്കൂല. ഞാൻ എൻ്റെ ശത്രുവായ ശൈത്താനിനെ മറികടന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേൾക്കാതെ അള്ളാഹു പറഞ്ഞത് കേട്ടുകൊണ്ട് ജീവിക്കും എന്ന നിയത്ത് വെച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.